ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദിയുടെ നാളത്തെ പുത്തൻ ബ്രഹ്മവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വിനായകൻ നന്ദിനിയെടുത്തിയാണ്. നന്ദിനിയെടുത്തി പറയുന്നുണ്ട് വിനായകനോട്, എന്തായാലും വിശ്വേട്ടൻ നാളെ ആ ജോലിക്ക് പോയാലും വിശ്വേട്ടൻ ആ ജോലി കിട്ടരുത്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള വിലയൊക്കെ പോകുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അത് ആലോചിക്കുന്നതും പിന്നെ കാണിക്കുന്നത് ശ്രീജയടുത്തിനെയാണ്. ശ്രീജയടുത്തി വിശ്വേട്ടനോട് പറയുന്നുണ്ട്, നാളെ നിങ്ങൾ ആ ജോലിക്ക് പോയില്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങും, എന്തായാലും നിങ്ങൾ ആ ജോലിക്ക് പോയേ പറ്റൂ പറഞ്ഞിട്ട് കർശനമായിട്ട് പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ വിക്രം രാത്രി വളരെ വൈകി വരുന്ന വിക്രത്തിനെ കാത്ത് വേദ ഇരിക്കുന്നുണ്ട്. വേദ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. വിക്രം വന്നതും വേദ തിണ്ടത്തുനിന്ന് വിക്രത്തിനെ നോക്കിയിട്ട് എണീച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിക്രത്തിന് ഫുഡൊക്കെ കൊണ്ടു വെച്ചിട്ട് വേദ പോകുന്നുണ്ട്. വേദ വിക്രത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം എടീന്ന് ചോദിക്കുന്നു, എടീന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വേദ തിരിഞ്ഞിട്ട് എന്താടാ ചോദിക്കുന്നുണ്ട്, എടാന്നോ. പിന്നെ വിക്രം ചില തമാശകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ തമാശയൊക്കെ പഴയ പോലെ നിൽക്കുന്നില്ല അല്ലേ, ഭയങ്കര ദുരന്തമായി തുടങ്ങിയില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം വേദ ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ തമാശകളൊന്നും പഴയ പോലെ ഏൽക്കണില്ല അല്ലേ. അപ്പോൾ വിക്രം അങ്ങനെ ചോദിക്കുമ്പോൾ വേദയ്ക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ട്, ചെറുതായിട്ട് വേദ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ നല്ല സന്തോഷത്തിലിരിക്കുന്ന ആ സീനിലാണ് ഇന്നത്തെ പ്രേമം അവസാനിക്കുന്നത്. അപ്പോൾ വിക്രത്തിന് വേദയോട് ചെറിയ സോഫ്റ്റ് കോർണറൊക്കെ തോന്നുന്നുണ്ട്, ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിക്രം വേദയായിട്ട് കൂടുതൽ അടുക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് വരുന്നത്. നല്ലൊരു പ്രമോയാണ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.